ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അരീക്കോട് മലപ്പുറത്ത് നിന്നും ഞെട്ടിക്കുന്ന ഒരു വാർത്ത ചിലപ്പോൾ നിങ്ങളെല്ലാവരും കേട്ട് കാണും. 12 വർഷം മുന്നേ നടന്ന ഒരു വാർത്തയാണ്. സാബിറ എന്ന് പറയുന്ന ഒരു യുവതിയെയും അവരുടെ 2 പിഞ്ചു മക്കളെയും ബൈക്കുമേൽ കയറ്റിക്കൊണ്ടുപോയിട്ട് നട്ടപ്പാതിര രാത്രിക്ക് ഒരു കുളത്തിലേക്ക് തള്ളിയിട്ട് കൊന്ന കേസിലെ പ്രതി മുഹമ്മദ് ഷെരീഫ് എന്ന് പറയുന്ന വളരെ വൃത്തികെട്ട കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയുമുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കോലമെല്ലാം കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. കാരണം താടിയും തൊപ്പിയെല്ലാം വെച്ച് വളരെ ഇമാനോട് കൂടിയ ഒരു മനുഷ്യനാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ കേട്ടാൽ തീർച്ചയായിട്ടും വളരെ സങ്കടവും അതുപോലെ തന്നെ വെറുപ്പും മറപ്പും എല്ലാം നമുക്ക് തോന്നിപ്പോകും. അത്രയ്ക്കും യാതൊരു ദയവുമില്ലാത്ത ഒരു മനുഷ്യനാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. കാരണം സ്വന്തം മക്കളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പെരുന്നാൾ ഡ്രസ്സ് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോയതാണ് വീട്ടിൽ നിന്നും. അദ്ദേഹത്തിന് 2 കാറുകൾ സ്വന്തമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുകൂടി നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് സഹോദരൻ്റെ ബൈക്ക് ഇവരെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് എല്ലാം നടപ്പിലാക്കിയ ഒരു വ്യക്തിയാണ്. ഏതായാലും 12 വർഷങ്ങൾക്ക് ശേഷം അൽഹംദുലില്ലാ ഇന്ന് നമ്മുടെ കേരള പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ബംഗളൂരുവിൽ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്ത. തീർച്ചയായിട്ടും ഈ സാബിറ എന്ന് പറയുന്ന യുവതിയുടെ ഉമ്മയും വാപ്പയും 12 വർഷങ്ങളായിട്ട് കയറി ചെല്ലാത്ത നിയമ സംവിധാനങ്ങളില്ല, കോടതികളില്ല, പോലീസ് സ്റ്റേഷനുകളില്ല. എല്ലാ സ്ഥലത്തും തൻ്റെ മകൾക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് പോയി വാതിലിന് മുട്ടുക, തിരിച്ചു പോരുക എന്നല്ലാതെ യാതൊരു വിവരവും ഇന്ന് വരെ ഈ കേസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമായിരുന്നു. എന്നാൽ അവരുടെ പ്രാർത്ഥന പടച്ച തമ്പുരാൻ കേട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ആ ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണീരിൻ്റെ വില എന്ന് തീർച്ചയായിട്ടും മുഹമ്മദ് ഷെരീഫ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ കണ്ണിൽ അറസ്റ്റിലായിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം അറസ്റ്റിലായത് എന്നുള്ള ഒരു സന്തോഷമായ വാർത്ത തീർച്ചയായിട്ടും ഇന്ന് കേൾക്കാൻ വേണ്ടി സാധിച്ചു. നമുക്ക് ആദ്യമായിട്ട് ആ വാർത്ത ഒന്ന് കാണാം. എടുക്കാനായി ഭാര്യയെയും പറക്കമുറ്റാത്ത 2 പെൺകുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയ അരീക്കോട് സ്വദേശി മുഹമ്മദ് ഷെരീഫ് ജാമ്യത്തിലിറങ്ങി മുങ്ങിയത് 12 വർഷം മുമ്പ്. പ്രത്യേക അന്വേഷണ സംഘത്തെയടക്കം നിയോഗിച്ച് അന്വേഷണം പലപ്പോഴായി ഊർജിതപ്പെടുത്തിയെങ്കിലും എല്ലാവരെയും കബളിപ്പിച്ച് സുഖജീവിതം നയിക്കുകയായിരുന്നു പ്രതി. ഇതിനിടയിലാണ് മലപ്പുറം SP ചൈത്ര തെരേസ ജോണിന് പ്രതി കർണാടകയിലുണ്ടെന്ന രഹസ്യവിവരം കിട്ടുന്നത്. കൊണ്ടോട്ടി ASPക്ക് കീഴിലെ ഡാൻസ് ഓഫ് സംഘം രഹസ്യമായി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇയാൾ ബംഗളൂരുവിലുണ്ടെന്ന് മനസ്സിലാക്കി. സ്ഥലത്തെത്തി അതീവ രഹസ്യമായി ഷെരീഫിനെ പിടികൂടുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ നടന്ന ഒരു കേസ് ജയിലായതിനു ശേഷം 7 മാസം അദ്ദേഹം ജയിലിൽ കിടന്നു. അവിടെ നിന്ന് ജാമ്യമെടുത്ത് പുറത്തിറങ്ങിയ ശേഷം അന്ന് മുങ്ങിയതാണ്. അതിനുശേഷം പോലീസിന് ഇദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇദ്ദേഹം വളരെ പ്ലാൻഡായിട്ട് നല്ലൊരു മാസം, റമദാൻ മാസം അവസാന രാവുകളിൽ സ്വന്തം 2 മക്കൾ, 2 പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളെയും ഉമ്മയായ സാബിറയും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായ സാബിറയെയും കൂട്ടിക്കൊണ്ട് മലപ്പുറത്ത് നിന്നും കോഴിക്കോട്ടേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ്. ആ കോഴിക്കോട് ഷോപ്പിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് അവിടുത്തെ സെയിൽസ്മാനോട് ഇദ്ദേഹം പറയുകയാണ്, കളറും സൈസും ഒന്നും പ്രശ്നമല്ല, 2 കൂട്ടം ഡ്രസ്സ് കുട്ടികൾക്ക് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറയുകയാണ്, തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഡ്രസ്സ് സൈസ് ഒന്ന് ഇട്ട് നോക്കിയാൽ മാത്രമല്ലേ പാകമാണോ എന്നോ അറിയുകയുള്ളൂ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറയും, അതിനൊന്നും ആവശ്യമില്ല, 2 കൂട്ടം അങ്ങോട്ട് കൊടുത്താൽ മതി എന്ന് പറയുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. ഈ പോകുന്ന സമയത്താണ് വളരെ കരുതി കൂട്ടിയിട്ട് എടവണ്ണപ്പാറ റൂട്ടിലെ പെരുമ്പറമ്പിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് 2012 ജൂലൈ 21 രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ്. വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. കരുതിക്കൂട്ടി അദ്ദേഹം ഒരു പുഴയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഈ ബൈക്ക് ഇടിച്ചിറക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2 കാറുകൾ സ്വന്തമായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ മുഹമ്മദ് ഷെരീഫ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ. അന്ന് ഈ കാറുകൾ ഒന്നും എടുക്കാതെ അദ്ദേഹം മരണം മുൻകൂട്ടി കണ്ടിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം അത് ചെയ്തത് എന്തിനാണ് എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകൂടി ഞെട്ടും. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്വന്തം ഭാര്യയുടെ പേരിൽ, സാബിറ എന്ന് പറയുന്ന യുവതിയുടെ പേരിൽ 10 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പോളിസി അദ്ദേഹം തയ്യാറാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ ഈ ഭാര്യയായ സാബിറയെയും അദ്ദേഹം കുരുതി കൊടുത്തത്. അത്രയ്ക്കും വലിയ മനക്കട്ടിയിൽ ഉള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അതിനുശേഷം ആ വെള്ളത്തിലേക്ക് ബൈക്ക് ഇടിച്ചിറക്കുകയാണ്. ഇടിച്ചിറക്കിയതിന് ശേഷം ശ്വാസം കിട്ടാതെ 2 മക്കളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ വെച്ച് പിടഞ്ഞു മരിക്കുകയാണ്. അതെല്ലാം കണ്ട് അദ്ദേഹം വളരെ നിഷ്കളങ്കനെ പോലെ അവിടെ നിന്നതിന് ശേഷം ഓടി അപ്പുറത്തെ വീട്ടുകളെല്ലാം പോയിക്കൊണ്ട് എൻ്റെ ഭാര്യയും മക്കളും കുളത്തിൽ പോയേ എന്ന് പറഞ്ഞ് ആർപ്പുണ്ടാക്കുന്നു. അവരെ കൂട്ടി വരുന്നു. എല്ലാവരും തെരച്ചിൽ നടത്തുന്ന സമയത്ത് 3 പേരും മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം അന്ത്യകർമ്മങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് വളരെ കരച്ചിലോടുകൂടി അഭിനയഭാവത്തോടുകൂടി അദ്ദേഹം പെരുമാറുകയാണ്. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞതുപോലെ ഈ കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് ഡ്രസ്സ് എടുത്ത ഷോപ്പിലുള്ള സെയിൽസ്മാനെ അടക്കം ചോദ്യം ചെയ്യുന്നത്. അപ്പോഴാണ് വഴിത്തിരിവാകുന്നത്. അദ്ദേഹം ഇൻഷുറൻസ് പോളിസിയും ഇതെല്ലാം തയ്യാറാക്കി വളരെ പ്ലാൻഡായ രീതിയിൽ ഈ കുടുംബത്തെ
കൊന്നൊടുക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ തൊപ്പിയും ഞാൻ പറഞ്ഞതുപോലെ മുഖമെല്ലാം കണ്ടാൽ നമുക്ക് ഒരിക്കലും അങ്ങനെ തോന്നുകയില്ല. പക്ഷേ ഒരു ദാക്ഷിണ്യവും നമുക്ക് അവനിൽ നിന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അദ്ദേഹം ഇപ്പോഴും ഇത്തരത്തിൽപ്പെട്ട ഒരു ക്രിമിനൽ മൈൻഡുള്ള വ്യക്തിയാണ് എന്ന് തന്നെയാണ് പോലീസ് ഇൻസ്പെക്ടർ ഇപ്പോൾ പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ആൾമോസ്റ്റ് 11 ഇയേഴ്സ് കഴിഞ്ഞ് 11 ഇയേഴ്സ് ആയിട്ട് ആബ്സ്കോണ്ടിങ്ങിൽ ഉണ്ടായിരുന്നു. അവനെ നമ്മൾ ഡാൻസ് ഓഫ് ടീം വേരിയസ് ഇൻ്റലിജൻസ് കളക്ട് ചെയ്തിട്ട് അവരെ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടി. അവൻ അവിടെ ഒരു ടാക്സി ഡ്രൈവറായിട്ട് ഉണ്ടായിരുന്നു. അവന് അവിടെ ഒരു പുതിയ കല്യാണം കഴിച്ചിട്ട് ഉണ്ടായിരുന്നു. അവനക്ക് അവിടെയും കുട്ടികളുണ്ട്. ഇവനക്ക് മറ്റ് സ്ഥലങ്ങളിലും കേസസ് ഉണ്ട്. മംഗളൂരിലെയും ഒരു കേസുണ്ട്, വാഴക്കാടിലെയും മറ്റു കേസസ് ഉണ്ട്. എല്ലാവർക്കും ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് പറയുന്നത് കേട്ടാൽ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ബംഗളൂരുവിൽ അദ്ദേഹം വളരെ ആർഭാടപരമായ ജീവിതമാണ് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ അവിടെ നയിക്കുന്നത് ഒരു ടാക്സി ഡ്രൈവറുടെ റോളിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ മൈൻഡിലുള്ള ക്രിമിനൽ ബുദ്ധി അവിടെയും പ്രവർത്തിക്കുന്നു. അതാണ് അദ്ദേഹത്തിന് ഒരു ദോഷമായി മാറിയത് എന്നുള്ളതാണ്. അതിൻ്റെ മുന്നേ തന്നെ ഒരു KSRTC ഡ്രൈവറുടെ മാല കവർന്ന കേസിൽ അദ്ദേഹം അവിടെയും പ്രതിയാണ്. പക്ഷേ അദ്ദേഹം കർണാടക പോലീസിൻ്റെ പിടിയിലായിട്ടില്ല എന്നുള്ളതും ഒരു വളരെ നമ്മൾ പോയിൻ്റായി നോക്കേണ്ട ഒരവസ്ഥ തന്നെയാണ്. അതിനുശേഷം അദ്ദേഹം വീണ്ടും ഇത്തരം പ്രവൃത്തികൾ ഏർപ്പെടുകയാണ്. 2-3 കേസ് ഇപ്പോഴും അവിടെ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അതിനുശേഷം അദ്ദേഹം അവിടെ ഒരു കല്യാണം കഴിക്കുകയാണ്. ഒരു ഗുജറാത്തി സ്വദേശിയായിട്ടാണ് കല്യാണം കഴിച്ചതിന് ശേഷം അതിലും 2 പിള്ളേരുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും അതിലും 2 മക്കളുണ്ട്. വളരെ സുഖകരമായിട്ട് സന്തോഷകരമായിട്ട് അദ്ദേഹം ജീവിതം അവിടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതുപോലെ തന്നെ ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഇവിടെയും അതുപോലെ തന്നെ അവിടെയും അദ്ദേഹം നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ എറണാകുളത്തുള്ള പോലീസ് ഡാൻസ് ഓഫ് സംഘമാണ് അവിടെ എത്തിയിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഇതിന് മുന്നേ ലുക്കൌട്ട് നോട്ടീസ് അടക്കമുള്ള നിയമ നടപടികളെല്ലാം പോലീസ് സ്വീകരിച്ചിരുന്നു എങ്കിലും യാതൊരു വിവരവും ഇദ്ദേഹത്തെക്കുറിച്ച് ഏകദേശം 11 വർഷത്തോളം യാതൊരു വിവരവും ഇദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല. രഹസ്യമായ വിവരം കിട്ടിയതിനെ തുടർന്നാണ് ഡാൻസ് ഓഫ് സംഘം കർണാടകയിലെത്തി തെരച്ചിൽ തുടരുന്നു. അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നു. വളരെ രഹസ്യമായ രീതിയിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കേരളത്തിൽ എത്തിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ആ ഉമ്മയുടെയും അതുപോലെ തന്നെ വാപ്പയുടെയും കണ്ണീര് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല ആ മക്കളെ കൊന്നൊടുക്കി ഇൻഷുറിൻ്റെ തുക കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത ഒരു ക്രൂരത എന്ന് പറയുന്നത് ഭാര്യയെ മാത്രമല്ല 2 പിഞ്ചു കുട്ടികളെ കൂടി അവർക്ക് ജീവിക്കാനുള്ള ഒരു അവകാശത്തെ കൂടി അദ്ദേഹം നിഷേധിച്ചു എന്നുള്ളതാണ്. ഇതുകൊണ്ടൊന്നും ഒരു ജീവപര്യന്തമായിരിക്കും അദ്ദേഹത്തിന് കിട്ടുക. 10-14 വർഷം കഴിഞ്ഞതിന് ശേഷം സുഖമായിട്ട് അദ്ദേഹം ഇറങ്ങി ഇതുപോലെ തന്നെ മറ്റൊരു കല്യാണം എല്ലാം വീണ്ടും കഴിച്ച് വളരെ സുഖമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു ചരിത്രമാണ് നമുക്ക് ഇന്ത്യയിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മുടെ നിയമ സംവിധാനത്തിൽ ചില ലൂഫോൾസുകളുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽപ്പെട്ട ക്രിമിനലുകളടക്കം നമ്മുടെ നാട്ടിൽ വളരെ സ്വൈര്യവിഹാരം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ഈ ഒരു സമയത്തൊക്കെയാണ് നമുക്ക് മറ്റ് അറബി രാജ്യങ്ങളെ നിയമങ്ങളെപ്പോലുള്ള നിയമങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുന്നത്. തീർച്ചയായിട്ടും ഇത്തരം കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വർഷത്തിനിടയ്ക്ക് തീർച്ചയായിട്ടും എല്ലാ വാദങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് അതിനൊരു വിധി നടപ്പിലാക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുന്ന മുറക്ക് തീർച്ചയായിട്ടും നിയമങ്ങൾ കുറച്ചുകൂടി ശക്തിയായാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽപ്പെട്ട വൃത്തികെട്ടവന്മാരെ നമുക്കൊരു നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും നിലക്ക് നിർത്താനും വേണ്ടി സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇത്തരത്തിൽപ്പെട്ട കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ കണ്ടതുകൊണ്ട് 12 കൊല്ലമായിട്ട് യാതൊരു കുഴപ്പവുമില്ലാതെ മറ്റൊരു ഭാര്യയും കുട്ടികളുമായിട്ട് സുഖലോലുപനായിട്ട് അദ്ദേഹം ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവസാനം ഏതായാലും എല്ലാ കാര്യത്തിനും ഒരു അന്ത്യമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യവും തീർച്ചയായും അടുത്തിരിക്കുകയാണ്. ഇനി ജീവിതകാലം മുഴുവൻ തീർച്ചയായിട്ടും ജയിലിൽ ഉണ്ടതിന്ന് കഴിയാനാലും ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒരു വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് ഇത് കേട്ടത്. ഈ ഒരു വാർത്ത കേരളത്തിൽ എത്ര പേർ അറിഞ്ഞിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.